guys, welcome back to my YouTube channel. This is Mitra Rahul and this is Adranu. This is my best friend. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കുറച്ച് നാൾക്ക് ശേഷം ലോങ് ഒരു 4 ഇയേഴ്സിന് ശേഷം ഒരു ചലഞ്ചുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്ത് ചലഞ്ചാണ്? വിസ്പർ ചലഞ്ച്. അവൾ വിസ്പർ പോലെയാണ് പറയണത്. വിസ്പർ ചലഞ്ചാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഔട്ട് ഓഫ് ട്രെൻഡ് ആണെങ്കിലും ഞങ്ങൾ വിചാരിച്ചു ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഈ ഒരു കളിയുടെ റൂൾസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ആതിരയായിരിക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ആതിരയുടെ ചെവിയിലാണ് ഹെഡ്സെറ്റ് വെച്ചേക്കുന്നത്. ഹെഡ്സെറ്റ് മീൻസ് നമ്മൾ ഇയർപോഡ് തന്നെയാണ് വെച്ചേക്കുന്നത്. ചെക്ക് ചെയ്തു, കേൾക്കാൻ പറ്റത്തില്ല. നല്ലൊരു വോളിയൂമിൽ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഒരു എലോങ് ഒരു 5 വേർഡ്സ് അല്ലെങ്കിൽ 5 സെന്റൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് പറയുകയാണെങ്കിൽ 1 പോയിന്റ് ആതിര. ആൻഡ് പിന്നെ റിട്ടേൺ ആണ്. അവൾ പറയുന്നത് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതാണ്. അതിൽ എന്തൊക്കെ ഫണ്ണാണ്, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ലെസ് നമുക്ക് കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിനിടയിൽ നമുക്ക് നോ ആക്ഷൻസ്, നത്തിങ്. ഇതാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഓൺലി നമ്മൾ വിസ്പർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എല്ലോടായിട്ട് പറയാൻ കാര്യമില്ല. ജസ്റ്റ് വിസ്പർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് പറയുന്നത് ഉറക്കെ പറയണം ആൻസർ. ഓക്കെ, എന്നാലേ ഓഡിയൻസിന് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്, ഗെയിംസിലോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് സമയം രണ്ടുപേർക്കും കൊടുത്തു. 5 വേർഡ്സ് രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന അമ്മയുടെ ഫോണാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിലൂടെ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നു. എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇത് നെറ്റ് യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ എൻ്റെ ഒരു 5 വേർഡ്സ് ഞാൻ ഇതിനകത്തോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. എന്താണ്, ആൾക്ക് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുന്തി ദേവി. കുന്തി ദേവി, കുന്തി ദേവി. ഊഞ്ഞാല. ഓ, കുന്തി ദേവി, കുന്തി ദേവി, കുന്തി ദേവി, കുന്തി ദേവി, ശകുന്തളേ. അല്ല, കുന്തി ദേവിയാ. എക്സലന്റ്. അപ്പൊ അടുത്ത് നോക്കാം. അതെങ്ങനെ നിന്ന് നീ അതിന് തൊടുന്നുണ്ടോ? 260 മർഡോണ, മർഡോണ, മൈഡോള. മൈഡോൾ, മർഡോണ, മർഡോണ, മെലോണ. മെലോണ, മർഡോണ, മെലോണ, മർഡോണ, മർഡോണ, മർഡോണ. മർഡർ. ഓ, മർഡർ. സൂക്ഷിക്കണം, ഇവളെ സൂക്ഷിക്കണം. മർഡോണ, മെഡോണ, മർഡോണ, മർഡോണ. എന്റെ എക്സ്പ്രഷനിൽ നിന്നാണ് ഇവിടെ പിടിച്ചെടുക്കുന്നത് ഗൈസ്. മർഡോണ. എക്സ്പ്രഷൻ ഞാൻ ഇടായിരിക്കുമ്പോൾ അവിടെ പിടിക്കുന്നില്ല ഗൈസ്. പാട്ടങ്ങനെ മർഡോണ, മെഡോണ, മർഡോണ, മർഡോണ. Wow! 2 points again. Okay. Then Galileo. Galileo. ലിയോ. Galileo. സണ്ണി ലിയോ. Galileo. Galileo. Famous scientist. Galileo. നയൻതാര. Galileo. 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 ലിയോ. Galileo. Galileo. അയ്യോ, ഗലീലിയോ. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. ഗലീലിയോ, ഗലീലിയോ, ഗലീലിയോ. ഒന്നൂടാ. ഗലീലിയോ.
ഗലീലിയോ. ഗലീലിയോ. ഇതൊക്കെ അവള് കേൾക്കുന്നുണ്ടോ എനിക്ക് ഇതിന്റെ സംശയമുണ്ട്. ചുണ്ട് ലിപ്പ്. വാവ്, ഷീ ഈസ് എ കീൻ ഒബ്സർവർ. അത് മനസ്സിലാക്കണം കേട്ടോ. അടിച്ചു വെക്കട്ടെ. എനിക്ക് വേറെ പാട്ട് കേട്ടോ. ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ. സോറി. ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ. Come on, come on, try, try, try. ഗണപതിയാ. ഗണപതി ഭഗവാനെ. ഖഡോൽ ഖജൻ. ഓ, ഇത് വെച്ചിട്ടാണ് അത് പറയുന്നത്. ഖഡോൽ ഖജൻ. ഘടികാരോ. ആ, ഘടികാരം. ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ. ആരാണ് ഏതൊരു പെണ്ണ് സംസാരിക്കുന്നതൊക്കെ? സോറി, സോറി പറഞ്ഞത്. ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ. Please shut up. ഇതിന്റെ ശല്യമല്ലേ? ഖഡോൽ ഖജൻ. സോറി, ബാക്കിൽ ഒരു പെൺകുട്ടി ഇത് സംസാരിക്കുന്നുണ്ട്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഓക്കെ. ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ, ഖഡോൽ ഖജൻ. പറയൂ, പറയൂ, പറയൂ. ഖഡോൽ ഖജൻ. എന്തെങ്കിലും പറയൂ. ഘടികാരോ. ആ, ഘടികാരം പറഞ്ഞു. അല്ല, വേറെ. കടോൽ ഖജന. അവള് ലിപ് മൂവ്മെന്റ് വെച്ചാണ് കാശ് പിടിക്കുന്നത്. എനിക്കിനി എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ വായിച്ചോന്നൊക്കെ വിളിച്ച് പറയും. അടുത്ത ഓക്കെ ആണോ? തീരാറായി. സി, അവള് 4 points സ്കോർ ചെയ്ത് കഴിച്ചു. ഞാനിനി എത്ര ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. സ്ഫടിക, സ്ഫടിക, സ്പയ്യ. ഓ, സ്ഫടിക, 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 സ്ഫടിക. പറയൂ, പറയൂ. ഓ, ഞാൻ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ പറയാം. സ്ഫടിക, സ്പയ്യ. ദിഗം, സ്ഫടിക, സ്ഫടിക. എന്റെ ലിപ്സ്റ്റിക്കൊക്കെ അവള് തിന്നാണ്. സ്ഫടിക. You can. സ്ഫടികം, സ്ഫടികം. അത് കേൾക്കാൻ പറ്റാത്ത കേൾക്കണില്ല. കണ്ടാ, മുടിയിലിടയിൽ അവള് കള്ളത്തരം കാണിക്കാൻ. ഇങ്ങനെ വെച്ചേക്കാം. ആ, സ്ഫടികം, സ്ഫടികം, സ്ഫടികം. സഫലോ. സ്ഫടികം. സഫലമല്ല, സ്ഫടികം. ഓ, ഇങ്ങനത്തെ വാക്കുകൾ എടുത്താൽ മതി അതല്ലേ? സ്ഫടികം, സ്ഫടികം. സരളേ. ആ, സരള ചേച്ചി. ബാക്കി ഇരിക്കുന്ന സരള. ഇങ്ങേ വാ. സ്ഫടികം, സ്ഫടികോടി. സ്പ്രേയാ. ആ, സ്പ്രേ. എടി സ്ഫടികോടി. ഒച്ചത്തിൽ പറയാൻ പേടിയാണ്. പൊക്കിക്കളയല്ലേ, അതുകൊണ്ട് പയ്യെ പറയാം. സ്ഫടികോടി, സ്ഫടികോടി, സ്ഫടികോടി. സ്ഫടികം, സ്ഫടികം, സ്ഫടികം. ഇത്ര നേരം കൊണ്ട് കുറച്ച് നേരം കൂടെ സയന്റിസ്റ്റിക് ആയതുകൊണ്ട് അംഗപക്കം ചിന്തിച്ചിരിക്കുകയാണ്. ഇന്ന പക്കം വന്നിട്ടില്ല. സ്ഫടികം. ഞാനെന്താ ഇതാണ് സിമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്ത കേട്ടോ. സ്ഫടികം, സ്ഫടികോ. വെരി ഗുഡ്. സോ 5 out of 5 points അതിനെ സ്കോർ ചെയ്തിരിക്കുകയാണ്. ബട്ട് അവസാനത്തെ കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ എന്റെ കേസിൽ പിന്നെ ഞാൻ ഒബ്സർവേഷൻ ഒന്നുമില്ല, വായിച്ചോന്നില്ല. ഞാൻ വിളിച്ച് പറയും എന്താണെന്നൊന്നും അറിയില്ല. സോ അപ്പോൾ 5 out of 5 അവൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ചാണ് വരാൻ പോകുന്നത്. ഓക്കെ. ആ, ഓ, ഓ, ക്ലോറോഫോ. ഡോൾഫിനാ. ക്ലോറോഫോ.
എടുക്കാം. ധൃതരാഷ്ട്ര. 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 കോപ്പി. ചൂട ടഫാക്കാം. പ്രശ്നമുണ്ടോ? എനിക്കൊന്നും കേൾക്കൂടാ. ഞാൻ പതുക്കെ പറയാം. ലിപ്പ് വെച്ചായിരിക്കും മനസ്സിലാക്കണം. ലിപ്പ് വെച്ചായിരിക്കും മനസ്സിലാക്കണം. പതുക്കെ പറയാം. ശ്രീകൃഷ്ണ വ്രത നക്ഷത്രത്തിൽ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിൽ. സീതേ മുത്തേ സീതേവായ. ഒരു മിനിറ്റ്, പാട്ട് തീർന്നേ. ഓക്കെയാണേ. സെറ്റ് വൈബ്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. അയ്യോ എന്നോട് പറ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര. നക്ഷത്രത്തിളക്കം. സിനിമ പേരാണോ ഇത്? ഇത് എന്തൊരു പേരിത്? ഒന്നുകൂടെ പോ. നിർത്തി പറ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര. ഇങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തെ സീതാമുത്തേ സീതാറാമ. എന്നോട് പറ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ചിത്രരാഗോ. അയ്യോ ഡാർക്ക് സീൻ. ഒന്നുകൂടെ പറ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. സീതമുത്തേ സീത ചത്താഹോ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. സ്നേഹിച്ച മുത്തേന്നാ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. സ്നേഹിച്ച മുത്തേ തത്ത സ്നേഹിച്ച എന്തിനമ്മ പറയണേ? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ദാഹിച്ച ചത്തേ. ഇതെന്ത് സിനിമ? പണ്ടത്തെ സിനിമയാണോ? എനിക്കറിയാവോ? അറിയായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞ. നിർത്തി പറയാം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കങ്ങളാ. അടിപൊളിയാ. ഇത് അടിപൊളി. ഐസക് ന്യൂട്ടൻ. പണി വരുന്നുണ്ട് അവറാച്ച. മണവാളനാ. പിന്നെ പണി വരുന്നുണ്ട് അവറാച്ച. ഇവിടെ കുറെ സിനിമയും കൊണ്ട് ഇറങ്ങിയൊക്കെയാണ്. സിനിമയല്ല. പിന്നെ പണി വരുന്നുണ്ട് അവറാച്ച. ഹിന്ദിയാ? ഒന്നുകൂടെ പറ. പണി വരുന്നുണ്ട് അവറാച്ച. മനസ്സിനാക തുക. പണി വരുന്നുണ്ട് അവറാച്ച. മനസുക വക. പണി വരുന്നുണ്ട് അവറാച്ച. മണി വക തുക. പണി വരുന്നുണ്ട് അവറാച്ച. മണി വരത്ത തുക. പണി വരുന്നുണ്ട് അവറാച്ച. മണി വരാത്ത റുസ. പണി വരുന്നുണ്ട്. മണി അല്ലോ. പണി വരുന്നുണ്ട്. ഒരു മിനിറ്റ്. എന്തൊരു പേരാണോ? ഒരു മിനിറ്റ് വന്നില്ല. പണി വരുന്നുണ്ട് അവറാച്ച. പണി വരുന്നുണ്ട് അവറാച്ച. വരുന്നുണ്ട് അവറാച്ച. പണി വരുന്നുണ്ട് അവറാച്ച. പണി വക തുക സകസ. പണി വരുന്നുണ്ട് അവറാച്ച. പണി വക തുക സകസ. പണി വരുന്നുണ്ട് അവറാച്ച. പണി വാങ്ങുന്നോടാന്നാ? അമ്മയ്ക്ക് കേക്കാവോ? പണി വരുന്നുണ്ട് അവറാച്ച. പണി വരുന്നുണ്ട് അവറാച്ച.
എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും ഇതേ കണക്ക് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ വൈബ് ഉണ്ടല്ലോ, മ്യൂസിക്കിന്റെ വൈബിനിടയിൽ ഇത് കേൾക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സൂപ്പറാണ് ഗായ്സ്. പക്ഷെ ഇതിനിടയിൽ പണി വരുന്നുണ്ടാവും, അതെന്നെ കുറച്ച് കുഴപ്പിച്ചു. പക്ഷെ നമ്മൾ റിപ്പീറ്റ് നമ്മളങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് മെമ്മറിയിൽ ഫീഡാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കാം, അല്ലാതെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങളും ഇതേ കണക്ക് ഓരോരോ ചലഞ്ചൊക്കെ ചെയ്തിട്ട് പുതിയ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക കമന്റ് ബോക്സിൽ വന്ന് എന്നെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളൊക്കെ ഞാനും മാതിരിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ കുക്കു വരുന്നുണ്ട്. കുക്കുമായിട്ട് ഡിസ്കസ് ചലഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഫണ്ണി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു അടുത്ത വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് സൈനിങ് ഓഫ് മിത്ര രാഹുൽ ആൻഡ് ആദ്രാനു. ബൈ ബൈ.